കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് കിരണിന്റെ കമ്പനിയിലേക്ക് ജോലിക്ക് പോകാൻ സരിയു റെഡിയാകുക. അപ്പൊ കിരൺ വാങ്ങിച്ചു കൊടുത്ത പുതിയ സാരിയൊക്കെ കൊടുത്താൽ റെഡിയാവുന്നേ. അങ്ങനെ കണ്ണാടിക്കകത്തൊക്കെ നോക്കി സ്വയം ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി. അതിനുശേഷം താരയോട് പറഞ്ഞു, എന്നാ ശരിയമ്മ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് സാരി വീട്ടിൽ നിന്ന് ഇറങ്ങുക. ആ സമയം താരയ്ക്ക് ഭയങ്കര സന്തോഷമായി. ദൈവമേ, എൻ്റെ മോൾക്ക് എന്തൊരു മാറ്റാ! ഇങ്ങനെ ഒരിക്കലും നാം സ്വപ്നത്തിൽ വിചാരിച്ച കാര്യമല്ല. ഇനി എൻ്റെ മോള് നന്നാവും. തനിക്ക് തൻ്റെ മോളുടെ സ്നേഹം കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഇന്നിപ്പാണ്ടെ അവൾക്കൊരു ആത്മവിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തമായി ജോലി ചെയ്ത് അമ്മയും അവളുടെ കുഞ്ഞിനെ പോറ്റണമെന്ന് അവൾക്കൊരു ആഗ്രഹമുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ സരു കമ്പനിയിലേക്ക് ചെന്നു. കമ്പനിയിലേക്ക് ചെന്ന് നേരെ കിരണിന്റെ കല്യാണിന്റെ ക്യാബിനിലേക്ക് ചെല്ലുവാണ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിരൺ സരുവിനോട് പറഞ്ഞു, ഇരിക്കെ സരു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കിരൺ പറഞ്ഞു, അല്ല, നീ ജോലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയതാ ഈ കമ്പനിയിൽ നിനക്കൊരു ജോലി. സരു പറഞ്ഞു, ഈ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള അർഹതയും കാര്യങ്ങളൊന്നും എനിക്കില്ല. അറിയാലോ, നിങ്ങളെ അത്രമാത്രം ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. കല്യാണിയെ ആണെങ്കിലും എത്രയോ വട്ടം ഞാൻ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. കല്ലുമോനെ തന്നെ, ഇത്തിരി ഇല്ലാത്ത ആ മോനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിനെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന അഹങ്കാരവും ഈഗോയും എല്ലാം കൂടെ എനിക്ക് കിട്ടാത്ത മറ്റാർക്കും കിട്ടണ്ട എന്നൊരു ചിന്ത മാത്രമായിരുന്നു. കല്യാണി പറഞ്ഞു, അതൊക്കെ അറിയാം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സരി ഓർത്ത് വിഷമിക്കണ്ട. അല്ല കല്യാണി, പക്ഷെ എന്നിട്ടും എത്രയൊക്കെ ദ്രോഹം നിങ്ങളോട് ചെയ്തിട്ടും നിങ്ങൾ എന്നെ വീണ്ടും ഈ കമ്പനിയിൽ കയറ്റിയില്ലോ. കിരൺ പറഞ്ഞു, അതോർത്തിട്ടാണോ വിഷമം? സങ്കടപ്പെടുവൊന്നും വേണ്ട. കല്യാണിന്റെ സ്വഭാവം അറിയാലോ. ആരൊക്കെ എത്ര വലിയ തെറ്റി എന്ന് പറഞ്ഞാലും കല്യാണിക്ക് അവരോടൊക്കെ ക്ഷമിക്കാനായിട്ട് സാധിക്കും. സരയു പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു, സരയു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്നെ ഇഷ്ടമില്ലാതൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. ഇനി മറ്റുള്ളവർക്ക് സംശയത്തിനൊരു ഇട കൊടുക്കാതെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഈ കമ്പനിയിൽ അങ്ങനെ നിൽക്കുവാണെങ്കിൽ നിനക്ക് അതിൻ്റെ ഗുണവും ഉണ്ടാവും. ഇത് കേട്ടപ്പോൾ സരയു പറഞ്ഞു, അതൊക്കെ എനിക്കറിയാൻ കിരണേ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ആത്മാർത്ഥയോടുകൂടി ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ആർക്കും ഞാനൊരു സംശയത്തിന് ഇട കൊടുക്കത്തില്ല. എനിക്കറിയാം അതെന്തുകൊണ്ടാണ് കിരൺ അങ്ങനെ പറഞ്ഞതെന്ന്. എൻ്റെ സ്വഭാവം മാറിയെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഒരുപക്ഷെ കിരണും കല്യാണിയും മനസ്സിലാക്കുന്ന പോലെ വേറെ ആരും എന്നെ ചിലപ്പോൾ മനസ്സിലാക്കിയെന്നും വരില്ല. കല്യാണി പറഞ്ഞു, അത് ശരിയാ. പക്ഷെ അവർക്കൊരു സംശയത്തിന് ഇട കൊടുക്കാതെ പോയാൽ മതി. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ അവർക്കും സരുവിനെ മനസ്സിലാക്കിക്കോളും. സരുവിന്റെ മാറ്റം അവർക്കും തിരിച്ചറിയാൻ സാധിക്കും. അതിനുശേഷം കല്യാണി രതീഷിനെ വിളിച്ചു. രതീഷിനെ വിളിച്ചിട്ട് സരുവിനെ കൊണ്ട് സരുവിന്റെ ക്യാബിൻ കാണിച്ചു കൊടുക്കാൻ പറയണം. രതീഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സരു ഇങ്ങോട്ടേക്ക് വന്നേ. ഒരുപക്ഷെ സരു ഇനിയിപ്പം ഇവിടെ വന്ന് എന്തെങ്കിലും കുതിർന്നം കാണിക്കുമെന്ന് പോലും പേടിയുണ്ട്. രാഹുലിന്റെ അല്ലേ മോള് എന്നൊരു ചിന്തയായിരുന്നു രതീഷിന്റെ ഉള്ളില്. പക്ഷെ രതീഷ് അത് പുറമേ കാണിച്ചില്ല. അങ്ങനെ സരയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. പോകുന്ന സമയത്ത് രതീഷ് പറഞ്ഞു, കണ്ടില്ലേ, നിങ്ങൾ എത്രമാത്രം ദ്രോഹിക്കാൻ ശ്രമിച്ചാണ് കിരണും കല്യാണിയെ. എന്നിട്ടിപ്പം ആ കിരണും കല്യാണി തന്നെ വേണ്ടി വന്ന് രക്ഷിക്കാനായിട്ടല്ലേ. സരയെ പറഞ്ഞു, രതീഷെ അതാ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാ. ഒരു സമയത്തല്ലോ സംഭവിച്ചേ. ഇത്തരം കാലങ്ങളായിട്ട് നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ശരിക്കും കിരണും കല്യാണിയൊക്കെ സരയു നീയൊക്കെ പൂവിട്ട് പൂജിക്കണം. അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ ഒരു ഔദാര്യം ഒന്നും ചെയ്തു തരില്ല. അവരുടെ കമ്പനി വീണ്ടും ജോലി കൊടുക്കുക നടക്കുന്ന കാര്യമല്ല. സരി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം രതീഷേ. പക്ഷേ എനിക്കൊരു ജോലി വേണമായിരുന്നു. ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എനിക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പിന്നെ ആദ്യം ഞാൻ കിരണിന്റെ കമ്പനിയിൽ ചോദിച്ചപ്പോൾ തന്നെ കിരൺ എനിക്ക് ജോലി തന്നു. എന്നിലുള്ള കിരണിന്റെ വിശ്വാസമായിരിക്കും. രതീഷ് പറഞ്ഞു, അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നീ തകർക്കാതിരിക്കാൻ ശ്രമിക്കണം. സരി പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പിന്നീട് രതീഷ് പോയി സരുവിന്റെ ക്യാബിനെ കാണിച്ചു കൊടുത്തു. സരുവിന് സന്തോഷമായി. അങ്ങനെ സരു ആദ്യത്തെ ദിവസം ജോലിക്ക് കയറി. ഇതേ സമയം കാർത്തിയെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു ഇപ്പൊ ലക്ഷ്മി അമ്മ ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ ഇപ്പം പ്രകാശനം? അങ്ങനെ ഒന്നും പറയാറായിട്ടില്ലമ്മേ. മോളെ, എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്താഗ്രഹങ്ങൾ? ഇനിയിപ്പം നീ ഇങ്ങനെ നിന്നു പോയിട്ട് കാര്യമില്ല. നിന്റെ കല്യാണം അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്. അമ്മ എന്തൊക്കെയാ പറയണ? കല്യാണോ? അതെ, ഇനി എന്തിനാ അത് വെച്ച് താമസിപ്പിക്കുന്നേ? കുറെ കാലമായി മോളോട് ഞാൻ പറയണേ. ഞാൻ ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. കണ്ടില്ലേ ഓരോ അപകടങ്ങളൊക്കെ വരുന്ന വഴി. അതുപോലെയൊക്കെ എനിക്കും എന്തെങ്കിലും സംഭവിച്ചാലോ? അതുകൊണ്ട് നിന്റെ കല്യാണം കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഗംഗാപ്രസാദ് അകത്ത് കിടക്കുക. എപ്പോഴേത് നിമിഷം വേണേലും അവൻ പുറത്തിറങ്ങാം.
അങ്ങനെ പുറത്തിറങ്ങിയാൽ പിന്നെ എന്ത് അപകടം ഏത് നിമിഷം സംഭവിക്കും. എനിക്ക് നിന്റെ കല്യാണമൊക്കെ കൂടണം, നിന്റെ മക്കളെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്റെ നിറവേറ്റി തരില്ലേ? അത് കേട്ടതും കാർത്തി പറഞ്ഞു, അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയണേ? ഞാനിപ്പോ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ഏ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കാനാണോ നിന്റെ ഭാവം? അല്ല, അത് പിന്നെ അമ്മ ആലോചിക്കണം. നോക്കാം, നമുക്ക് നല്ലൊരു ആലോചന വരുവാണെങ്കിൽ നോക്കാം. ഇനിയിപ്പൊ അമ്മേനെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അത് കേട്ടപ്പോ ലക്ഷ്മിയമ്മ പറഞ്ഞു, ഓ ഇപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ലോ. ഈ വാക്കുകൾ കേൾക്കാന്നിട്ട് ഞാൻ കാത്തിരിക്കാന്നിട്ട് കുറെ കാലമായി. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ. അത് കേട്ടതും അവള് പറഞ്ഞു, കാർത്തിക പറഞ്ഞു, അമ്മയുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് പ്രകാശൻ പതുക്കെ ബോധത്തിലേക്ക് തിരികെ വരും. അപ്പൊ പ്രകാശന് ഇത്രയും ദിവസം ബോധം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെന്റിലേറ്ററിന് സഹായത്തോട് കൂടിയിട്ടാ പ്രകാശൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒടുവില് പ്രകാശന് ജീവിതത്തിലേക്ക് മടങ്ങി വരിക. പ്രകാശം പതുക്കെ പതുക്കെ കണ്ണു തുറന്നു ചുറ്റും നോക്കുക. അപ്പൊ ഡോക്ടർമാർക്ക് പ്രതീക്ഷയായി. ഇനിയിപ്പോ പ്രകാശനം മരണത്തിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുക. ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഏകദേശം റിക്കവറായി വരുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ കല്യാണിയൊക്കെ വിളിച്ചു. കല്യാണിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആള് പതുക്കെ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമെല്ലാം തോന്നേ. എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനയാന്ന് തോന്നേ. പ്രാർത്ഥനയുടെ ബലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി. കല്യാണി ചോദിച്ചു, അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക്? ഒരു കുറച്ച് സമയോടെ കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് കയറി കാണാം എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് വേണ്ടി കല്യാണി കാത്തിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് അച്ഛനെ കണ്ടാൽ മാത്രം മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കല്യാണി കാണാനായിട്ട് കാണാൻ കയറി കഴിഞ്ഞപ്പോൾ പ്രകാശം കണ്ണടച്ച് കിടക്കുമായിരുന്നു. കല്യാണി പോയിട്ട് പതുക്കെ ആ കയ്യേലൊന്ന് പിടിച്ചിട്ട് അച്ചാന്ന് വിളിക്കുക. അച്ചാന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ പ്രകാശം കണ്ണു തുറന്ന് ചുറ്റും നോക്കി. കല്യാണി കരഞ്ഞുകൊണ്ട് മുന്നേ നിൽക്കുന്നു. കല്യാണിക്ക് ഭയങ്കര സങ്കടമായപ്പോ അച്ഛൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പ്രതീക്ഷയില്ല. മരണത്തോട് മല്ലടിച്ച് കിടന്ന ആളാ. ആ സമയം കല്യാണി പറഞ്ഞു, എന്നാലും ഞങ്ങൾ എല്ലാവരും പേടിപ്പിച്ച് കളഞ്ഞല്ലോ അച്ഛാ. പെട്ടെന്ന് പ്രകാശൻ ഇങ്ങനെ പറയുന്നുണ്ട്, കിരണിനൊന്നും കുഴപ്പമില്ലല്ലോ. ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. കല്യാണി പറഞ്ഞു, വേണ്ട അച്ഛൻ സംസാരിക്കണ്ട, അച്ഛന് ജീവൻ തിരികെ കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. എന്നാലും അച്ഛാ, അച്ഛൻ എന്ത് പരിപാടിയാ കാണിച്ചേ? അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, എനിക്കോ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം എൻ്റെ മോൾക്കോ അല്ലെങ്കിൽ മോനോ എന്തേലും സംഭവിക്കുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ച കാര്യമായിരുന്നു. അവനെ രക്ഷിക്കേണ്ട എൻ്റെ കടമയല്ലേ എന്നൊക്കെ അവ്യക്തമായ രീതിയിൽ പറയാം. കല്യാണി പറഞ്ഞു, ശരിക്കും അച്ഛനെ കുറിച്ചോർത്ത് ഞങ്ങളെല്ലാം ടെൻഷനിലായിരുന്നു. എല്ലാവരും പുറത്തുണ്ട്. അച്ഛൻ്റെ ജീവൻ തിരികെ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയായിരുന്നു. ദേ ലക്ഷ്മി അമ്മ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് പുറത്ത്. എല്ലാവർക്കും അച്ഛൻ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ ഈ ഒരു വരവിന് വേണ്ടിയിട്ടാ കാത്തിരുന്നത്. ഇനി നമ്മൾ ഒരു തരം ആഘോഷമായിട്ട് മാറ്റാൻ പോവാ അച്ഛനെ മടങ്ങി വരുമോ. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ അച്ഛൻ പേടിക്കണ്ട കേട്ടോ, ഞങ്ങളെല്ലാവരും അച്ഛന് കൂട്ടുണ്ട്. പ്രകാശന് സന്തോഷമായി. അങ്ങനെ കല്യാണി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, അച്ഛൻ എന്നോട് സംസാരിച്ചു. അത് കേട്ടപ്പം കിരൺ ആശ്വാസം, തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ അദ്ദേഹം അങ്ങനെ ചെയ്ത്. ഒരു പക്ഷെ അദ്ദേഹത്തിന് സംഭവിച്ചായിരുന്നെങ്കിൽ തനിക്ക് പിന്നെ ജീവിതത്തിൽ സമാധാനം കിട്ടത്തില്ല. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലേക്ക് വന്നേനെ. ഇതേ സമയം പ്രകാശൻ അതിനകത്തിരുന്ന് ആലോചിച്ചു, തനിക്കൊരു അപകടം പറ്റിയതുകൊണ്ട് തന്റെ നിരപരാധിത്വമൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞു. ദേവിയാണെങ്കിലും ലക്ഷ്മിയാണെങ്കിലും ഇത്രയും കാലം തന്നെ അകറ്റി നിർത്തുക ചെയ്തേ. തന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. പക്ഷെ ഇപ്പോഴ് അവർക്ക് അതൊക്കെ ബോധ്യമായിരിക്കുന്നു. അതൊക്കെ ഓർത്തവ പ്രകാശന്റെ കണ്ണ് നിറഞ്ഞു വന്നു. അതിനേക്കാളുപരി കിരണിനെ തനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലോ, കിരണിനൊരു ആപത്തും പറ്റിയില്ലല്ലോ. ആ ഒരു ചിന്ത വന്നപ്പോൾ പ്രകാശന് സന്തോഷമായി. പ്രകാശൻ കണ്ണു തുറന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന കാര്യങ്ങളൊക്കെ ജയിലിൽ വിക്രം അറിഞ്ഞു. വിക്രത്തിന് സഹിച്ചില്ല. അയാളങ്ങ് തീർന്നു പോയാൽ മതിയായിരുന്നു. ആ കാർത്തികേടൻ കല്യാണം കൂടെ ഇനി അയാളങ്ങ് സൂക്ഷിച്ച് ജീവിക്കും. അയാളെ ഞാൻ തീർക്കും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. എന്നെ ചതിച്ചിട്ട് അങ്ങനെ ഒരുത്തിന് സന്തോഷമായിട്ട് ജീവിക്കണ്ട എന്നൊക്കെ വിക്രം ഗംഗാപ്രസാദിനോട് പറയാം. ഗംഗാപ്രസാദ് പറഞ്ഞു, നീ പേടിക്കണ്ട, ആ കഴിവൊന്നും ഓർത്ത് പേടിക്കണ്ട. കല്യാണ്ടേയും കിരണ്ടേയും കാര്യമൊക്കെ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ തീർത്തോളാം. നീ അതോർത്ത് ഇനി ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഗംഗാപ്രസാദ് വിക്രത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്.